പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴുള്ള രാഷ്ട്രീയ ചിത്രത്തിൻ്റെ നേരെ ഒരു റിഫ്ലക്ഷൻ തന്നെയായിരുന്നു. UDF വളരെ ദുർബലമായിരുന്നു. 6 കോർപ്പറേഷനുള്ളിൽ ഒരെണ്ണം മാത്രമാണ് UDFന് കിട്ടിയത്. LDF പരമ്പരാഗതമായി അവരുടെ പഞ്ചായത്തുകളിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ഭരണസമിതികളിലെ അവരുടെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സമ്മിശ്രമായ ചിലയിടത്തൊക്കെ UDFന് മുന്നേറ്റം നടത്താനും പറ്റി. പക്ഷേ ഇപ്പോൾ ആ രാഷ്ട്രീയം മൊത്തത്തിലങ്ങ് മാറി. നമ്മുടെ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ UDFനും LDFനും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലാണ്. എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും പറയാവുന്നൊരു കാര്യം, അത് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ. അതിനിപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് ചെല്ലുന്ന സമയത്ത് അഗാധമായി ഉള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് എന്താ, അതങ്ങനെ അധികമൊന്നും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഇവരുടെ ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. പിണറായി വിജയനോട് ഉള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത് പൊതുവെ ഈ ഇടതുപക്ഷം വാങ്ങിച്ച് മടിയിൽ വെച്ചൊക്കെയാണ്. അതാണ് ജനകീയനല്ല, ഒട്ടും ജനകീയനല്ല. പക്ഷേ അദ്ദേഹം നടത്തുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണകരമായിട്ടുള്ള ഭരണനിർവഹണ പ്രക്രിയകൾക്കൊക്കെ സഹായകരമായിരിക്കാം. പക്ഷേ അതല്ലല്ലോ പുറത്ത് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പൊതുവെ സമീപനം മോശമാണ്. അതേപോലെ തന്നെ നടത്തിയ ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊക്കെ എപ്പോൾ വരും? ചർച്ചയ്ക്ക് വരും. ഇലക്ഷൻ ആവുന്ന സമയത്താണ് ചർച്ചയ്ക്ക് വരുന്നത്. അതായത് നവകേരള യാത്രയുടെ സമയത്തുണ്ടായ പ്രതിരോധ നടപടികൾ എന്നതിലൊക്കെ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ അടക്കം, അതൊക്കെ ഒരു ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്ക് ഒരു ഗുണവും ഉണ്ടായ കാര്യങ്ങളല്ല. ജീവൻ രക്ഷാ പരിപാടിയും കണ്ടത്, അതെ, ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് അതിന് പേര് കൊടുത്തത്. മനസ്സിലായി? അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ശരിക്കും നവകേരള യാത്ര തുടങ്ങുന്ന സമയത്ത് അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടത് ഇവരുടെ ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ പല സ്ഥലത്തും അതിനകത്ത് പങ്കെടുത്താണ്. കാരണം എന്താണ് അതിൻ്റെ ഒരു അപ്പം നല്ല ജനപ്രാതിനിധ്യം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഓർഗനൈസേഷൻ രീതികളിലത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് വലിയ വിജയമായിട്ട് വേണമെങ്കിൽ മാറിത്തീരാവുന്ന ഒരു സംഭവം. പക്ഷേ ഇതിൻ്റെയൊക്കെ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഒന്നും ഒരു അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ അത് മുഴുവൻ പൊളിച്ച് എഴുതി മുഴുവൻ തീർത്തത് ഈ ജീവൻ രക്ഷാ പ്രവർത്തന അക്രമമാണല്ലോ ശരിക്കും. അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടൊക്കെ അതൊക്കെ എന്തിനാണോ ചെയ്ത് അതിനെതിരായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രകടമാക്കപ്പെട്ടത്. അപ്പോൾ അത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് മറികടക്കാനായിട്ടുള്ള ഒരു മെഷീനറി, ഒരു മെക്കാനിസവും അതേപോലെ തന്നെ CPM-നകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ എനിക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രതിരോധം കുറച്ച് നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിഞ്ഞ ഇടമായിട്ടാണ് ഞാൻ കണ്ടത്. അതിക്ക് മുമ്പ് തന്നെ നടന്ന തെരഞ്ഞെടുപ്പുകളായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് പുതുപ്പള്ളിയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാം, തൃക്കക്കരയായിട്ട് താരതമ്യം ചെയ്യാം. അവിടേക്ക് വലിയൊരു ഒരു ലാൻഡ് ലാഷ് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കിയിട്ട് UDF ജയിക്കുന്ന സ്ഥിതിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞ വോട്ടിനേക്കാൾ കുറച്ച് വോട്ടേ നേടാൻ കഴിഞ്ഞുള്ളൂ UDF-ന്. അത് ട്രെൻഡല്ല, അതാണ് പ്രശ്നം. ആ ട്രെൻഡല്ല ശരിക്കും വരേണ്ടത് അവിടെ. അവിടെ ശരിക്കും അവർ കുറച്ച് വോട്ട് കൊണ്ടുപോയല്ലോ. 50 വോട്ട് കൊണ്ടുപോയി. പക്ഷേ നമ്മൾ CPM-ൻ്റെ ബേസിക് വോട്ട്സിൽ അവർക്ക് കാര്യമായ ഒലിച്ചു പോക്കണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അവർക്ക് പോയില്ല എന്നുള്ളതാണ്. അത്ര അവർ വോട്ട് പിടിച്ചതിനെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അത്ര വട്ടോടെ CPM പിടിക്കാൻ പാടില്ലാത്തതാണ്. ഈ ട്രെൻഡ് വെച്ച് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം വെച്ച് നോക്കുമ്പോൾ അതിലവർ മറികടന്നുള്ളതാണ്. അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ കാര്യങ്ങൾ പോകാം എന്ന നിലയിലേക്കാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. നല്ല ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഫൈറ്റ് നെക്ക് ആൻഡ് നെക്കിലേക്ക് പോകാം. അതായത് UDF-ന് നന്നായിട്ട് ഫൈറ്റ് ചെയ്താൽ ജയിച്ചു പോരാ, ഈസി വാക്ക് ഓവർ എന്ന് പറയുന്നത് ഇല്ല എന്ന സൂചനയാണോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിക്കും മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അങ്ങനെയല്ല.
യു ഡി എഫിന് ഈസി വാക്ക് ഓവർ തരുന്ന സന്ദേശമാണ് നൽകിയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനതിന് വിലയിരുത്തുന്നത്. നമ്മളത് കഴിഞ്ഞ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതാണല്ലോ ഇപ്പോൾ നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ ഓരോ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നിർണയം പ്രധാനപ്പെട്ടതാണ്. ആ വാർഡിൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ യു ഡി എഫിന് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. എൽ ഡി എഫിനും അങ്ങനെ തന്നെയാണ്. ഇതിലാരാണ് മികച്ച നിലവാരം പുലർത്തുന്നത്? അതുപോലെ ബി ജെ പിയും കുറേ കൂടുതൽ സീറ്റ് മുൻകാലങ്ങളിൽ നിന്ന് നേടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ നേരത്തെ ബി ജെ പി അവിടെ അതായത് പ്രാദേശിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ കാര്യമായിട്ട് ഇടപെടാത്ത ഒരു ജീവനില്ലാത്ത സംഘടനയാണ്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും കുടിവെള്ളം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പ്രക്ഷോഭമായിട്ട് വരാനുള്ള ആൾക്കൂട്ടം ഉണ്ട് അതിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് പോസിബിലിറ്റിയാണ്, വിജയസാധ്യത എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഓരോ സ്ഥലത്തും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടാണ് വളർന്നു വരാൻ പറ്റുള്ളൂ. ബി ജെ പി വിചാരിക്കുന്നവരെ വർഗീയത പറഞ്ഞുകൊണ്ടൊന്നും ജയിക്കാൻ ഒരു സ്കോപ്പില്ല. അവരിപ്പോൾ തിരുവനന്തപുരത്തെ മുഖ്യ പ്രതിപക്ഷമാണ്, അവരെ ഭരണം പിടിക്കും എന്നുള്ള സൂചന അല്ല. തിരുവനന്തപുരത്ത് അതിനുള്ള അവരുടെ വർക്ക് നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലാണ് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് വർഗീയത പറഞ്ഞാലൊന്നും അവർക്ക് ഒരിടത്ത് എത്താനായിട്ട് കഴിയില്ല എന്നത് കേരളം അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് അവർ നിരന്തരമായിട്ട് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം മുഖ്യ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് അവിടെ കാഴ്ചക്കാരാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് മത്സരം വരാൻ പോകുന്നത് ബി ജെ പിയും സി പി എം തമ്മിലായിരിക്കും. അവിടെയാണ് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയുള്ള സ്ഥലം. ബി ജെ പിയുടെ കേരള ഘടകം മൊത്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കാൻ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് സെറ്റർ എന്ന് നമുക്ക് പറയും. അത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ ഒരു വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വർക്ക് നടത്തിയ സ്ഥലമായിരുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ അവർ വിജയിച്ചു. അതോടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിക്കളഞ്ഞെന്നുള്ളതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിപ്പോയി അതോടെ. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ജയിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിപ്പോകും. കാരണം പിന്നീട് ബി ജെ പിക്കെതിരെ മത്സരിക്കേണ്ടത് ആര് എന്ന് പറയുന്ന തരത്തിൽ കോൺഗ്രസിനും അതേപോലെ തന്നെ സി പി എമ്മിനും മത്സരിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഈ സാധ്യതയൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ രണ്ടു കൂട്ടരും മനസ്സിലാക്കിയിട്ട് അവിടെ അങ്ങനെ പ്രവർത്തിക്കും. അവിടെ പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവർക്ക് മാറാൻ കഴിയും.